പാർട്ടിയും മുന്നണിയും ശക്തമായി ഈ കാര്യത്തിൽ നടത്തിയ സമരങ്ങൾക്കൊക്കെ ഈ യാത്രകൾക്കും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടായി. അപ്പോ അങ്ങനെ ഇത്രയും ഒരു നല്ലൊരു ഇളക്കം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് ഒരാള് പാർട്ടിയുടെ ഇഷ്യൂ കാരണം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൂഷണമല്ല. അപ്പോൾ KPC പ്രസിഡന്റ് തന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞാൻ കൺവീനറോട് സൂചിപ്പിച്ചിട്ടാണ് പോയത്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ കാലത്ത് ഉച്ചയ്ക്കൊക്കെ തൊഴുത് വൈകുന്നേരത്തെ ട്രെയിന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു എല്ലാ ചാനലിലും ഒരുപോലെ വാർത്ത വന്നപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ എന്തെങ്കിലും ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇന്നലെ സമാപിച്ചതാണ്. ഇന്ന് UDFന്റെ ആയതുകൊണ്ടാണ് 4-5 ദിവസത്തെ ഓട്ടവും ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ സന്ദർശനവും യാത്രയൊക്കെ ഭംഗിയായതിൽ ഗുരുവായൂർ ദർശനവും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഗുരുവായൂർക്ക് പോയത്. ഉച്ചയ്ക്ക് ഈ വിവരം അറിഞ്ഞപ്പോൾ KPC പ്രസിഡന്റ് ഫോണിൽ വിളിച്ച ഉടൻ തന്നെ ഞാൻ പുറപ്പെട്ടതാണ്. പിന്നെ വഴിയിൽ നിന്ന് ട്രാഫിക് ബ്ലോക്ക്, ഒരുപാട് തടസ്സങ്ങൾ, എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് വിളത്തി.